ഹായ്. അപ്പോൾ ആസിഫ് അലി നായനായി എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമ സർക്കിട്ട് ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സിനിമ കണ്ടു വന്നു. നല്ലൊരു അഭിപ്രായമാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഡ്രാമ ഫാമിലി ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് സർക്കിട്ട്. തമർ KV സംവിധാനം ചെയ്ത് വിനായക അജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയാണ് സർക്കിട്ട്. ആസിഫ് അലിയും അതുപോലെ നായികയായിട്ട് നമ്മുടെ ദിവ്യപ്രഭയും വന്നു. അപ്പോൾ അവർക്കൊപ്പം ഒരു കൊച്ചുകുട്ടിയും കൂടിയുണ്ട്. ആ കൊച്ചുകുട്ടിയുമായിട്ടുള്ള മുന്നോട്ടുള്ള യാത്രയാണ് ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത്. അത് നമ്മൾ ഇച്ചിരി ഹൈപ്പറായിട്ടുള്ള നമ്മുടെ കയ്യിലൊന്നും പിടിച്ചാൽ ഒതുങ്ങാത്ത ഒരു കുട്ടിയാണ്. ചാട്ടവും മറിച്ചിലും മുട്ടും ബഹളവും ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടി. ആ കുട്ടിയും ഒത്തിട്ടുള്ള യാത്രയാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. നമുക്ക് പല സ്ഥലങ്ങളും വളരെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒത്തിരി സ്ഥലങ്ങൾ ഈ സിനിമയിലുണ്ട്. കണ്ണ് നിറയാതെ ഒരാൾക്കും നമുക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അതേപോലത്തെ ഒരു സിനിമ കൂടിയാണ് ഈ സർക്കിട്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ 2-3 സിനിമകളെല്ലാം നല്ല സൂപ്പർ ഹിറ്റ് സിനിമകളായിരുന്നു ആസിഫ് അലിയുടെ. അതുപോലെ തന്നെ ഇതും നല്ലൊരു ഫാമിലി സിനിമയാണ്. എല്ലാവർക്കും, അച്ഛനമ്മയ്ക്കും മക്കൾക്കും എല്ലാവർക്കും ഒരുമിച്ച് പോയിരുന്ന് കാണാം. എല്ലാവർക്കും അത് കണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഡയറക്ഷൻ ആയാലും എല്ലാം നല്ലൊരു ഇതാണ്. എഡിറ്റിംഗ് ഒക്കെ നമ്മുടെ സംഗീത പ്രതാപാണ് ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ മുഖ്യ സിനിമയിലും നല്ല രീതിയിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു നടനും കൂടെയാണ്. അപ്പോൾ എന്തായാലും സിനിമ മൊത്തത്തിൽ നല്ലൊരു ഫാമിലി സിനിമയാണ്. അപ്പോൾ എല്ലാവരും പോയി ഫാമിലിയായിട്ട് സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ പോയിരുന്ന് ഫാമിലിയായിട്ട് ഒരുമിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് സർക്കിട്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി സിനിമ ഇന്ന് പോയി കണ്ടു. അപ്പോൾ നാളെ നമ്മുടെ ദിലീപിൻ്റെ ഒരു ഫാമിലി സിനിമ വരുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഈ സർക്കിട്ടിൻ്റെ കൂടെ തന്നെ പടക്കളം എന്ന് പറയുന്ന ഷർഫുദ്ദീനും വെഞ്ഞാറമൂടൊക്കെ ഉള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെയാണ്. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വരാം. ബൈ.